ഞാൻ രാവിലെ എണീറ്റ് കോഴിമാമ്പറമ്പ് ഉത്സവത്തിന് അവിടുത്തെ അമ്പലത്തിൽ പോയേക്കാം. ഉത്സവമല്ല കേട്ടോ, പൂരം. അപ്പം നമ്മൾ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് നമുക്ക് പ്രസാദം കിട്ടിയത്. പിന്നെ ചന്ദനം പ്ലേസ് ചെയ്യലായിരുന്നു അവിടെ ബുദ്ധിമുട്ട് കേട്ടോ. അത് കുറേ നേരം പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊരു ആശ്വാസം കിട്ടി. വീട്ടിലൊക്കെ ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പൂരം എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടേ. അങ്ങനെ നമ്മൾ പൂരത്തിന് ചെന്നിട്ട് കമ്മല് കടകൾ മൊത്തം നിരങ്ങി ആണ് പോകുന്നത്. പിന്നെ എല്ലാ കടകളിലും വൈകുന്നേരത്തേക്ക് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ കസാട്ട ഐസ്ക്രീമൊക്കെ 20 രൂപയ്ക്ക്. ഇവർക്ക് എന്ത് ലാഭമോ കിട്ടുന്നത് എനിക്കറിയില്ല. ജഗ്ഗു ഒരു സാധാ പൈനാപ്പിളിൻ്റെ ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കേട്ടോ. ഐസ്ക്രീമല്ല, ഐസ്. പിന്നെ നമ്മൾ വൈകുന്നേരം വീണ്ടും ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചി കിടന്ന് കസർത്ത് കളിക്കുന്നു. ഇവർ ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ അവർക്കത് സന്തോഷമായിരിക്കും. പിന്നെ നമ്മളിതാ കുറേ കടകളിൽ കൂടെയൊക്കെ ഇങ്ങനെ നിരങ്ങി. രാവിലെ നോട്ട് ചെയ്ത് വെച്ച കടകളിലേക്ക് നമ്മൾ വൈകുന്നേരം വന്ന് നിരങ്ങിയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. അങ്ങനെ ഇനി വൈകുന്നേരത്തെ വിശേഷങ്ങളിൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പിലിട്ട കോളിഫ്ലവർ തിന്നു. ഇത് വാങ്ങിച്ചത് ആരാ വെച്ചാൽ നമ്മുടെ കാർത്തിക മാഷാണ്. കഴിഞ്ഞ പോലെ ഉത്സവത്തിന് വന്ന് മാഷിയുടെ എവിടെന്നോ ദൈവം പോലെ വന്ന് നമുക്ക് ഭക്ഷണം വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഗെയിൻ നമ്മൾ ഐസ്ക്രീം വാങ്ങി കഴിച്ചു ഗൈസ്. അടുത്ത നമുക്ക് ഹൾക്കും ജഗ്ഗുവും തമ്മിലുള്ള സംഭാഷണം കാണാം ഗൈസ്. മാത്രമുണ്ട് ഇങ്ങനെ ദേഷ്യം വരുന്നതിന് നിക്കറൊന്നും നല്ലതുപോലെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാളിദാസനും അങ്ങനെയുള്ള ഓരോ ദേശത്തിലെ ഫേമസ് ആയ ആനകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അനിയൻകുട്ടന്മാർ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെണ്ടമേളത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, അവരെ ഇടുക്കി നോക്കിയിട്ട് ചിരിക്കുന്നത്. അങ്ങനെ ഈ ആനകളുടെ എടുപ്പും അതും ഇതൊക്കെ കണ്ട് നിന്ന് ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പേപ്പറുകളൊക്കെ പറന്നിങ്ങനെ വരുന്ന ഒരു അനുഭവമായിരുന്നു കേട്ടോ. അത് കൂടുതൽ വിശദമാക്കിയൊക്കെ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഫോണിൽ സ്റ്റോറേജ് ഫുൾ എന്ന സാധനം കണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ബൈ ഗൈസ്.